ഹായ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ യാത്ര അമ്പലത്തിലേക്കാണ്. ഇത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള അമ്പലമാണ്, പക്ഷേ പാലക്കാടാണെന്ന് മാത്രം. ഞാനൊരു മലപ്പുറംകാരിയാണ്. ഇതാണ് അമ്പലം, കളരിക്കൽ ഭഗവതി ക്ഷേത്രം. ഇടയ്ക്കൊക്കെ ഞങ്ങൾ വന്ന് തൊഴുതു പോവാറുണ്ട്. വൈകുന്നേരം അമ്പലത്തിൽ പോയത് അതുകൊണ്ട് തന്നെ അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു 3-4 ആൾക്കാരേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങളും നല്ല ഒരു ക്ലൈമറ്റായിരുന്നു. ചെറുതായിട്ട് മഴയൊക്കെ ചാറി നല്ലൊരു ക്ലൈമറ്റായിരുന്നു. തൊഴുതിറങ്ങിയപ്പോഴേക്കും നല്ല മഴ കൂടിയിട്ടോ, കുറേയൊന്നും കൂടുന്നുമുണ്ട്. അപ്പോൾ കൂടിയപ്പോൾ ഉണ്ണിയേട്ടൻ വേഗം ഓടിക്കൂ, മഴ കൂടുന്നതിന് മുന്നേ അങ്ങോട്ട് എത്താമെന്ന് പറഞ്ഞിട്ട് ഓടി തൊഴുതു. നല്ലപോലെ ഒന്നും തൊഴാനൊന്നും പറ്റിയില്ല, ഓടി തൊഴുകയായിരുന്നു. പിന്നെ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ നല്ലൊരു പുഴയുണ്ട് കേട്ടോ. ഈ അമ്പലക്കടവ് എന്നൊക്കെ പറയില്ലേ, അതേപോലെ ഒരു കടവും ഉണ്ട്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ അവിടെ. ഇവിടെ അടുത്ത് അങ്ങനെ ആരും പോയിട്ടൊന്നും ഉണ്ടാവില്ല. ഞങ്ങൾ മഴ കാരണം അങ്ങോട്ട് പോയതുമില്ല. വേഗം ഉള്ളിലേക്ക് വന്നപ്പോൾ ഇവിടെ നട അടച്ചിരുന്നു പൂജയ്ക്കായിട്ട്. പിന്നെ അവിടെയൊക്കെ നടന്ന് തൊഴുതു. അപ്പോൾ പുണ്യാഹം കിട്ടി. പുണ്യാഹത്തിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു, പുണ്യാഹം വാങ്ങിച്ചു. അങ്ങനെ ഒരു 5 മിനിറ്റും കൂടെ ഞങ്ങൾ ഇവിടെ അമ്പലത്തിൽ സ്പെൻഡ് ചെയ്തു. മഴ കാരണം ഇറങ്ങിയപ്പോൾ നമ്മളെ ചെക്കന് കുറിയിട്ട് കൊടുക്കുകയാണ്. കുറിയും പൂവും തുളസിയും ഒക്കെ ഇട്ടെടുത്തു. അങ്ങനെ അമ്പലത്തിൻ്റെ 4 പുറം ഇതാണ് കേട്ടോ. അമ്പലത്തിൻ്റെ 4 പുറം. കൂടുതൽ വീഡിയോ എടുക്കാൻ നിന്നാലേ മഴ പെയ്യും. രണ്ടുപേരും കോട്ട് എടുത്തിട്ടുണ്ട്, പക്ഷെ മഴ പെയ്യുന്നതിന് മുന്നേ വീട്ടിലെത്താന്നുള്ള കോട്ട് എടുക്കാന്നുള്ള മുഖേന ഉണ്ണിയേട്ടനും ഞാനും കൂടെ ഒരു വീഡിയോ എടുത്തു. അങ്ങനെ അമ്പലത്തിൽ നിന്ന് പോരുകയാണ്. വഴിക്ക് മഴ പെയ്യുന്നുണ്ടോ എന്ന് നോക്കിയിട്ടൊക്കെ പോകുന്നത്, നനയാൻ വയ്യാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പോന്നു. പോരുന്ന വഴിക്ക് ചായക്കടയിൽ കയറി കുറച്ച് കടിയൊക്കെ വാങ്ങിച്ചു. ചായക്ക് കടി വീട്ടിൽ ചെന്നിട്ട് കഴിക്കാമെന്ന് ധാരണയിൽ. അപ്പോൾ മഴ പെയ്തപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് വണ്ടി എടുത്ത് സ്പീഡിൽ പോരുകയാണ്. മുന്നോട്ട് ഓരോ കോമഡിയൊക്കെ പറഞ്ഞ് ഞാൻ ചിരിക്കുന്നൊക്കെ ഉണ്ട്. വീട്ടിലെത്താണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ബായ്.